ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. അരക്ഷിതവും നിസ്സഹായമായ ബാല്യം കണക്ക് മറ്റൊരു ദുരന്തമില്ല ഈ വാഴ്വിൽ. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിൽ പെട്ടുപോയവർക്കറിയാം, ഏതൊരു കാലത്തും അവരെ പിന്നിലേക്ക് തിരികെ വിളിക്കുന്ന, പിന്നിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആ ചൂണ്ടക്കുളത്തിൻ്റെ ഭാരം, അതിനകത്തുനിന്ന് പൊടിയുന്ന ചോര. ലോകത്തെ ഏതൊരു കഠിനഹൃദയനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്താവുന്ന ഏറ്റവും ലളിതമായ മനഃശാസ്ത്രമാണ്, അയാൾക്ക് പിന്നിൽ അത്തരമൊരു ബാല്യമുണ്ടാവും. സമ്മർദ്ദമുള്ള, കഠിനനിഷ്ഠകൾക്ക് വിധേയപ്പെട്ട, സ്നേഹക്കുറവ് അനുഭവപ്പെട്ട ഒരു ബാല്യം. ക്ലാസിക് ഉദാഹരണം എപ്പോഴും ഹിറ്റ്ലറാണ്. അപ്പൻ്റെ കാഠിന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കുന്നു. ഭ്രാന്ത് പിടിച്ച ഒരു അമ്മായി കൂടിയുണ്ട്. ആ ഭ്രാന്ത് ഇറങ്ങുമ്പോളം ഈ ചെറിയ കുഞ്ഞ് ഒരു മേശയുടെ താഴെ ഇങ്ങനെ പൂച്ചക്കുഞ്ഞ് ഒളിച്ചിരിക്കുന്നതൊക്കെ ഒളിച്ചിരിക്കും. ഒരുപക്ഷെ ആ ഒരു കാലത്തിന് ശേഷം ഹിറ്റ്ലർ വളർന്നിട്ടില്ല. ചിലപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ്, പരിക്കേറ്റ ഒരു ബാല്യത്തിലൂടെ കടന്നുപോയ ഒരാൾ ഏത് പ്രായത്തിലും അതേ ബാല്യത്തിൽ തന്നെ നിൽക്കുന്നു. പഴയ റെക്കോർഡ് പ്ലെയർ സംഭവിക്കുന്ന കണക്ക് അതിനൊരു സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളതിന് എന്തുമാത്രം പ്ലേ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ സ്ക്രാച്ചിൽ തട്ടി അത് പിന്നെയും പിന്നെയും പാടി പാടി നിൽക്കുക. പലരും അവരുടെ ബാല്യത്തിനപ്പുറത്തേക്ക് കടന്നു പോകുന്നില്ല. ആ ബാല്യത്തിൻ്റെ ചോര പൊടിയുന്ന ക്ലേശകരമായ തലകുനിച്ച് നടക്കേണ്ട കാലത്തിൽ തന്നെയാണ് പലരും തങ്ങളുടെ ശിഷ്ടകാലം മുമ്പോട്ട് കൊണ്ടുപോവുക. യേശു പറഞ്ഞൊരു വാക്ക് നന്നായിട്ട് നമ്മൾ ധ്യാനിക്കണം. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു ഇത് ലോകത്തുള്ള മറ്റാരെക്കുറിച്ച് യേശു പറഞ്ഞതാണെന്ന്. അല്ല, മാതാപിതാക്കന്മാരും അധ്യാപകരും ആനിമേറ്റേഴ്സും ഒക്കെ ചങ്കി കൈവച്ചുകൊണ്ട് ആ വരിയെ ഒന്നുകൂടി ധ്യാനിക്കണം. ഇത് നമുക്ക് വേണ്ടിയുള്ള വചനമാണ്. ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ അഹം വല്ലാതെ ശക്തമാകും. ഇത്രയും അറിവുള്ള, ഇത്രയും പഠിച്ചിട്ടുള്ള, ഇത്രയും പാരൻറ്റിങ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള, ഏറ്റവും പുതിയ ജേർണലുകൾ വായിക്കുന്ന എനിക്ക് എന്തറിവില്ലായ്മ എന്നാണ് നിങ്ങൾ പറയുന്നത്. യേശുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യം എടുക്കൂ. യേശു അറിവില്ല എന്ന് പറഞ്ഞ് കുരിശിൽ മരിക്കുമ്പോൾ ആരായിരുന്നു അവനെ കുരിശിലേക്ക് എറിഞ്ഞു കൊടുത്തത്? അതാ ദേശത്തെ ഏറ്റവും പഠിച്ച മനുഷ്യർ, കാരണങ്ങൾ വിവേചിച്ചറിയാൻ കെൽപ്പുള്ള മനുഷ്യർ, പണ്ഡിതന്മാരാ, നിയമജ്ഞരും എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരുന്നില്ല, പഠിച്ചവരായിരുന്നു. എന്നിട്ട് അവരെക്കുറിച്ചാണല്ലോ യേശു പറഞ്ഞത് ഇവർക്ക് അറിവില്ലെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അറിവില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? പഠിച്ചിട്ടില്ലെന്നോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലെന്നുള്ളതല്ല, മറിച്ച് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ബോധവും ഇല്ല. ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാക്കുന്ന ആ കഠിനമായ ഭാരം, സമ്മർദ്ദം, ജീവിതം മുഴുവൻ കൊണ്ടു നടക്കേണ്ട നുകം, ഇവയെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. ഏറ്റവും ലളിതമായിട്ട് ക്ലാസ് മുറിയിൽ നിന്ന് ഒരു കുട്ടിയെ പുറത്താക്കുന്ന അധ്യാപകൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയിൽ ഒരു സാധാരണ സംഭവം മാത്രം. എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ പേരെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പുറത്ത് നിൽക്കുന്ന കുട്ടി അനുഭവിക്കുന്ന ഭാരം, അവനായിട്ടുണ്ടാക്കുന്ന ഹൃദയഭാരം, ഇതിനെക്കുറിച്ച് ആർക്കാ ധാരണയുള്ളത്? 1966 ഇറ്റാലിയൻ ഭാഷയിൽ ഒരു 8 സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടികളുടെ ഒരു ദീർഘമായ ഒരു കത്ത് നമുക്ക് വായിക്കാൻ കിട്ടും. ടീച്ചർക്കുള്ള കത്തെന്ന പേരിലുള്ള പുസ്തകം. അത് വെറുതെ ഇങ്ങനെ വൈകാരികത മാത്രമല്ല, സ്കൂളിൽ ചേർന്ന് തൊട്ട് ആ വലിയ പഠനത്തിലേക്ക് പോകുന്ന വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഭംഗിയായിട്ട് അപഗ്രഥിക്കുന്ന വളരെ സയൻറ്റിഫിക്കായിട്ട് എഴുതിയിട്ടുള്ളൊരു കത്തായത്. അല്ലാതെ വെറുതെ ഒരു തങ്ങളുടെ ഒരു ഇമോഷണൽ കത്താർസിന് വേണ്ടി ആ കുഞ്ഞുങ്ങൾ എഴുതിയതല്ല. ആ വർഷത്തെ അല്ലെങ്കിൽ ആ കാലത്തിലെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭൗതികശാസ്ത്രത്തിന് കൊടുക്കേണ്ടിയിരുന്ന ഒരു ഇറ്റാലിയൻ സംഘടനയുടെ അവാർഡ് പോലും ഈ കുഞ്ഞുങ്ങളുടെ പുസ്തകത്തിന് കിട്ടിയിട്ടുണ്ട്. ബാർബിയ സ്കൂൾ എന്ന് പറയുന്ന ഒരു വിദ്യാലയത്തിലെ കുട്ടികളാണ് അവർ. ബാർബിയ എന്ന് പറയുന്നത് കുറച്ച് കർഷകർ കൂടി ചേർന്നുണ്ടായൊരു കൂട്ടായ്മയാണ്. അവിടേക്ക് ഒരു പുരോഹിതൻ വരുന്നു, ലോറൻസോ മിലാനി എന്ന് പറയുന്ന പുരോഹിതൻ. അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എല്ലാ വീടുകൾക്കകത്തും ഇങ്ങനെ പള്ളിക്കൂടത്തെ ഓർത്ത് വേദനിക്കുന്ന, പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് എല്ലാ ഭവനത്തിനകത്തും. അത്തരം കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് ഒരു നിശാപാഠശാല ഉണ്ടാക്കി, പിന്നീട് മുതിർന്ന കുട്ടികൾ തന്നെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ കുറച്ച് മണിക്കൂർ മാത്രമുള്ള അധ്യയനത്തിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങി. പുതിയൊരു പെഡഗോജി, പുതിയൊരു ബോധന രീതി ഈ ഡോൺ എന്ന് വെച്ചാൽ ഫാദർ എന്ന് തന്നെ അർത്ഥം, ഡോൺ മിലാനി രൂപപ്പെടുത്തി. അപ്പോൾ ഡോൺ മിലാനിയുടെ കുട്ടികൾക്ക് അദ്ദേഹം കൊടുത്തൊരു 1 ഇയർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് വരുന്നത്. അധ്യാപകരും മാതാപിതാക്കന്മാരും ആ കത്ത് എന്ന്
ടീച്ചർക്കുള്ള കത്തുന്ന പേരുള്ള ആ പുസ്തകം, ആ പഴയ പുസ്തകം തപ്പെടുത്ത് വായിച്ചാൽ നല്ലതാണ്. അത് തുടങ്ങുന്ന ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട മിസ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാവില്ല. ഏത് അധ്യാപികയ്ക്ക് തൻ്റെ ക്ലാസ്സിൽ നിന്ന് വിഷമിപ്പിച്ച് താൻ പുറത്താക്കിയോ, ഏതെങ്കിലും കാരണം കൊണ്ട് താൻ നിന്ദിക്കുകയോ, ഏതെങ്കിലും കാരണം കൊണ്ട് കഠിന ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട കുട്ടിയെക്കുറിച്ച് ഓർമ്മയുണ്ടാകും? ഒരധ്യാപിക അത് ഓർക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ കാര്യങ്ങൾ അതോടെ അവസാനിച്ചു. പക്ഷേ ഈ കുഞ്ഞുങ്ങളോ? അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ പറയുന്നത്, പക്ഷേ ഞങ്ങൾ നിങ്ങളെ എപ്പോഴും ഓർക്കാറുണ്ട്, നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ ഓർക്കുന്നില്ലെങ്കിൽ പോലും. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ഈ അധ്യാപകരോട് ഈ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒരു വരി വല്ലാതെ നമ്മളെ സ്പർശിക്കും. അതിങ്ങനെയാണ്: രോഗാതുരതയുള്ള കഠിനമായതിൻ്റെ പേര്, രോഗം കടുത്തതിൻ്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ പുറത്താക്കുക. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും മനുഷ്യൻ അതിന് സെൻസിബിളായിട്ട് എടുക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പുറത്തായിട്ട് ഒരു മനുഷ്യനെ പുറത്തിട്ടിരിക്കുക. എന്താ ഈ കാര്യമെന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ്, മരുന്നൊന്നും അയാൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല, മരുന്ന് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് ഞാൻ അയാളെ പുറത്താക്കി. നിങ്ങളിൽ ഇത്തിരി നീതിബോധം ഉണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ആ ആശുപത്രി കത്തിപ്പോവും. ഒരു പഴയ ചില തീവ്ര വിചാരങ്ങളിലൊക്കെ പറയുന്ന കണക്ക് ഒരു ദേശത്ത് ഒരു അനീതി ഉണ്ടായിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ അതിങ്ങനെ കത്തിപ്പോകുന്നൊക്കെ പറഞ്ഞ കണക്കാണ്. ആ ആശുപത്രി പിന്നെ അവിടെ നിലനിൽക്കില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കഠിനമായിട്ട് തോന്നുന്നെങ്കിൽ, പഠിക്കാൻ പറ്റുന്നില്ല, ഗൃഹപാഠം ചെയ്തില്ല, പറഞ്ഞത് മനസ്സിലാവുന്നില്ല എന്ന കാരണം കൊണ്ട് ഒരു കുട്ടിയെ പുറത്താക്കുന്നതിൻ്റെ അർത്ഥം എന്താ? എന്നിട്ടും നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത് വെറുതെ ദൈവാനുഗ്രഹം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒന്നോർത്ത് കഴിഞ്ഞാൽ വല്ലാത്ത പുനർവിചിന്തനം ആവശ്യമുള്ളൊരു മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു കുട്ടിക്ക് വേണോ ഇല്ലെന്ന് കൂടി പോലും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അടുത്തിടെ കുറച്ച് ഇങ്ങനെ സൗഹൃദത്തിലേക്ക് വന്ന ഒരു വ്യക്തിയുണ്ട് മലയാള സിനിമയിൽ. ഇങ്ങനെ നല്ല ഭേദപ്പെട്ട കുറച്ച് നല്ല ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ഭദ്രനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഫടികം എന്ന് പറയുന്നൊരു ചിത്രം, അതിൻ്റെ ഒരു പകിട്ടൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതും പരാമർശിക്കുന്നത് ഇങ്ങനെ അരക്ഷിതമായ ബാല്യത്തെക്കുറിച്ചാണ്. ആ അരക്ഷിതമായ ബാല്യത്തിന് ഒരാൾ ജീവിതകാലം മുഴുവൻ കൊടുക്കേണ്ടി വരുന്ന വിലയായിരുന്നു വാസ്തവത്തിൽ ആ ചിത്രത്തിൻ്റെ ഒരു കഥാതന്തു. ഒരുപക്ഷെ അതിൻ്റെ നൃത്തങ്ങളിലും ഗാനങ്ങളിലും ഓരോരോ ഹീറോയിസിലുമൊക്കെ നമ്മൾ അതിൻ്റെ കാതൽ കാണാതെ പോയി. അപ്പോൾ അത് തൻ്റെ തന്നെ കഥ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു കൃത്യമായിട്ട് ക്ലാസ്സിന് പുറത്താക്കിക്കൊണ്ടിരുന്ന അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം ക്ലാസ്സിലേക്ക് വരുന്ന ഒരു പെട്ടി ചോക്കുമായിട്ട്, ഈ ഒരു പെട്ടി ചോക്ക് വരുന്നത് എന്തെങ്കിലും എഴുതി കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അശ്രദ്ധമായിട്ടിരിക്കുന്ന കുട്ടികളെ എറിയാൻ വേണ്ടി കൃത്യമായിട്ട് എറിയും. ഒരു പീരീഡിൽ ഒരു കുട്ടിക്ക് 3-4 പ്രാവശ്യമെങ്കിലും അധ്യാപകരിൽ നിന്ന് ചോക്കേറ് കിട്ടുന്നുണ്ട്. അത്ര പഴയ കാലമൊന്നുമല്ല. പഠിച്ചിരുന്നത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട സ്കൂളിലും അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയത്തിലാണ്. അങ്ങനെ പുറത്താക്കി നിൽക്കുമ്പോൾ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഒരു വൈദികനാണ്. പിന്നീട് ഇങ്ങനെ പൗരോഹിത്യത്തിൽ നിന്നൊക്കെ മാറിപ്പോയ, എന്നാൽ വളരെ കുലീനമായിട്ട് അന്നും ഇന്നുമൊക്കെ ജീവിക്കുന്നൊരു വ്യക്തി. അദ്ദേഹം ഈ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നിൻ്റെ പ്രശ്നം? പറഞ്ഞു, കണക്ക് എനിക്ക് തലയിലോട്ട് കയറുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ കണക്ക് പഠിപ്പിക്കാൻ പോവുകയാണ്, നീ ഒന്ന് എഴുതിക്കേ. ഒരു ഡിജിറ്റ് ഞാൻ കൃത്യമായിട്ട് അത് ഓർക്കുന്നില്ല, നമുക്കതിനെ ഓർമ്മയിൽ നിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെയാണ്: 6ഉം 4ഉം കൂടി എത്രയാണെന്ന് നീ കൂട്ടിക്കേ. അപ്പോൾ ചെറിയ കുട്ടിയെ ചിരിക്കുന്നു. അത് ആർക്കും അറിയാൻ പാടില്ല. നീ എഴുത് 10. ഇനി 10ൽ നിന്ന് 6 കുറച്ച് നോക്കിക്കേ, എത്രയാണ്? 4. എന്നിട്ട് ഈ കുട്ടി പിന്നെയും ചിരിക്കുക. അപ്പോൾ നീ എന്താ ചിരിക്കുന്നത്? ഇതെത്ര ലളിതമായ ഒരു കാര്യമാണ്. ഞാൻ പഠിക്കുന്ന 10ലാണ്, ഞാൻ പഠിക്കുന്ന 6ഉം 4ഉമായിട്ടല്ല, എക്സും വൈയും തമ്മിൽ കൂട്ടാൻ വേണ്ടിയാണ്. എനിക്കത് തീരെ പിടുത്തം കിട്ടുന്നില്ല, എനിക്ക് കണക്ക് മനസ്സിലാവില്ല. അപ്പോൾ വളരെ ശാന്തമായിട്ട് ഈ ചെറിയ കുട്ടിയെ, ഈ ഹൈസ്കൂൾ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വൈദികൻ പറഞ്ഞു, നീ ഒന്ന് ഓർത്താൽ മതി, നിനക്ക് കണക്ക് പിടുത്തം കിട്ടാത്തതല്ല, നിനക്ക് ആവശ്യമുള്ള കണക്ക് നിനക്ക് മനസ്സിലായിട്ടുണ്ട്. തൽക്കാലം നിനക്ക് കൂട്ടാനും കുറക്കാനുമുള്ള കാര്യം കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാം. നിനക്ക് വേറെ ചില കഴിവുകളുണ്ട്, അതെന്താണെന്ന് നീ ഒന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുക, അതെന്താണെന്ന് കണ്ടെത്തുക. ഇങ്ങനെ ഇമ്മൻസ് പോസിബിലിറ്റി ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് അനുഭവപ്പെട്ടത്. അങ്ങനെ ഈ കുട്ടിയുടെ വല്ലാതെ ശോഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഊർജ്ജത്തെ ആ അധ്യാപകൻ, ആ സ്നേഹസമ്പന്ന അധ്യാപകൻ വീണ്ടെടുക്കുക. അങ്ങനെ തൻ്റെ വഴി മനുഷ്യൻ കൃത്യമായിട്ട് കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുന്ന അധ്യാപകരില്ല. അങ്ങനെ നമ്മളെ വെറുതെ വിട്ട് തരാനായിട്ട് കെൽപ്പുള്ള മാതാപിതാക്കന്മാരുമില്ല. അധ്യാപകരും മാതാപിതാക്കന്മാരും കൂടി ചേർന്നിട്ട് കുട്ടികളുടെ ജീവിതത്തെ കഠിനമാക്കുമെന്ന് പറയുമ്പോൾ ആരും ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നമ്മൾ ദോഷയ്ക്ക് ദൃക്കുവാണെന്ന് പറയരുത്.
പെസിമിസം പറയാണെന്ന് പറയരുത്. മിക്കവാറും ഏതൊരാളുടെ അനുഭവത്തിലും അതാ. ഒരു കുട്ടിക്ക് എന്താ വേണ്ടതെന്നതിനെക്കുറിച്ച് നമുക്കിപ്പോഴും ധാരണയില്ല. പഴയ നിയമത്തിലെ കുഞ്ഞു സംഭവത്തിന് ഏതൊരു കാലത്തും നല്ലൊരു വായനയുണ്ട്. ഇങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് ദാവീദ് എന്ന് പറഞ്ഞ ഇടയ ബാലനെ രാജാവ് അയക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചെറിയ കുട്ടിയാണ്. ആ ചെറിയ കുട്ടി ഒരിക്കലും ധരിച്ചിട്ടില്ലാത്ത വലിയ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വേഷമൊക്കെയാണ് ഈ മനുഷ്യനെ ധരിപ്പിക്കുന്നത്. വലിയ അരപ്പട്ടയും വലിയ കവചങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ മനുഷ്യനെ, ഈ ചെറിയ ബാലനെ അയക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് ഇടയബാലൻ എന്ന നിലയിൽ നടന്ന, സ്വാതന്ത്ര്യം അനുഭവിച്ച് നടന്ന ആൾക്ക് ഈ പറയുന്ന ഒരു ആടയാഭരണങ്ങളും സഹായിക്കില്ല, ഒരു പടക്കച്ചയും സഹായിക്കത്തില്ല, ഒരു കവചവും സഹായിക്കില്ല. കുട്ടി ഇങ്ങനെ തെന്നി വീണു പോവുകയാണ്. അപ്പോൾ കുട്ടി പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് വേണ്ടിയുള്ളതല്ല, ഇതൊന്ന് അഴിച്ചു മാറ്റുക, എനിക്ക് എൻ്റെ കവണയും കല്ലും മാത്രം മതി. എന്തൊക്കെ ഭാരങ്ങളാണ് നമ്മുടെ ചില ഒരു ഫാസിനേഷൻ്റെ പേരിൽ, നമ്മുടെ ചില താല്പര്യങ്ങളുടെ പേരിൽ, നമ്മുടെ ചില ജീവിക്കാതെ പോയ ജീവിതത്തിൻ്റെ പേരിൽ നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുക. എന്ത് കഠിന ഭാരമാണ്. കുട്ടി ഉപയോഗിക്കുന്നൊരു ബാഗിൻ്റെ ഭാരം പോലും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു KG പഠിക്കുന്ന കുട്ടി ഉപയോഗിക്കുന്ന ബാഗ് കുറേ കഴിയുമ്പോൾ ആ കുട്ടിയെ കൂനി പിടിപ്പിക്കുന്നൊക്കെ ഉള്ള നിരീക്ഷണങ്ങളുണ്ട്. അടുത്ത കാലത്ത് കേട്ട നല്ലൊരു വാർത്ത, ഇങ്ങനെ ബാഗില്ലാത്ത സ്കൂളെന്നുള്ള ഒരു നാട്ടിൻപുറത്തെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ആരുടെയൊക്കെ മനസ്സിൽ തോന്നിയൊരു നല്ല ബുദ്ധി അങ്ങനെ വെളിപ്പെട്ട് കണ്ടു. ഈ കുട്ടികൾ അവരുടെ പുസ്തകങ്ങൾ സ്കൂളിൽ തന്നെ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം 1-2 പുസ്തകങ്ങൾ മാത്രം വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എല്ലാ അർത്ഥത്തിലും, അതിൻ്റെ കൃത്യമായ ലിറ്ററലായ അർത്ഥത്തിൽ പോലും എന്തൊരു ഭാരമാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് നടക്കേണ്ടി വരുന്നത്. ഞാൻ വിചാരിക്കുന്നു പല നമ്മുടെ കാര്യങ്ങളും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് തന്നെ, നേരത്തെ സൂചിപ്പിച്ച കണക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ അറിവില്ലായ്മ കൊണ്ടല്ല, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. നമുക്ക് പലപ്പോഴും ഒത്തിരി ഫ്രസ്ട്രേഷൻസിനെ കയറിയാൽ നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ജീവിതം ഈ കുട്ടികളോട് ജീവിക്കാമെന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ടൊക്കെയാണ് ഖലീൽ ജിബ്രാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചിന്തകൾ കൊടുക്കാം, പക്ഷെ നിങ്ങളുടെ ജീവിതം കൈമാറരുത്. അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ചിന്തകൾ കൊടുക്കുക. അതിനപ്പുറമായിട്ട് നമ്മൾ ജീവിച്ച് തീരാത്ത ജീവിതം ആ കുഞ്ഞുങ്ങളോട് ജീവിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് നിശ്ചയമായിട്ട് ആരോഗ്യകരമല്ല. ഒരു ചെറിയ ഉദാഹരണത്തിനായിട്ട് യുവജനോത്സവങ്ങൾ എന്നൊക്കെ പറയുന്നതിനകത്ത് വളരെയേറെ താല്പര്യമുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് കലയോടുള്ള സ്നേഹം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്? ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കഴിഞ്ഞെന്നാൽ കിട്ടാൻ പോകുന്ന ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നൊരു ഘടകം, അത് ഒരു 60 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടാനായിട്ട് കുട്ടി നമ്മൾ എന്തും പഠിപ്പിക്കും. അവനെ നമ്മൾ പരിചയമിട്ട് പഠിപ്പിക്കും, ചവിട്ടുകാടാൻ പഠിപ്പിക്കും. ചവിട്ടാടം എന്നൊക്കെ പറയുന്നത് കൃത്യമായ മാർഷൽ ആക്ട് എന്ന് പറയുന്ന സംഭവം. അത് ഭയങ്കരമായ ശാരീരിക ക്ലേശവും അധ്വാനം ആവശ്യമുള്ള ഒന്നാണ്. ചവിട്ടാടമൊക്കെ തീരപ്രദേശത്തു നിന്നുള്ളതായത് കൊണ്ട് നമുക്കതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ചവിട്ടാടം കളിക്കുന്ന ആ മനുഷ്യരുടെ വിശപ്പിനെക്കുറിച്ച്, അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ഇപ്പോഴും നാട്ടിൻപുറത്ത് വർത്തമാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും കഴിക്കുകയോ കഴിക്കാൻ താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ഈ കായിക ക്ലേശങ്ങളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ഒക്കെ നമ്മൾ ജീവിക്കാതിരുന്ന പോയ ജീവിതത്തിന് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ പരിഹാരം കണ്ടെത്തുകയാണ്. പറഞ്ഞു വരുന്നത്, നമ്മുടെ അനാരോഗ്യം കൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തെ കഠിനമാക്കുന്നത്. ഒത്തിരി ജീവജാലങ്ങൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നുന്നതൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും, സുവോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അന്നതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഇങ്ങനെ നടുങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് താൻ പെറ്റൊരു ജീവിയെ, ഒരു കുഞ്ഞിനെ ഒരമ്മയ്ക്ക് തിന്നാൻ പറ്റുക? പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ വിഷമം വിചാരിക്കരുത്, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈ ജീവജാലങ്ങളുടെ ഈ ഒരു ഡീവിയേഷനുമായി ബന്ധമില്ലേ? ഏതൊക്കെ ജീവികളാണ് തിന്നുന്നതൊക്കെ വെറുതെ നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മിച്ചാൽ നല്ല. ആരൊക്കെയാണ് തിന്നുന്നത്? സിംഹം ഒരാൺകുഞ്ഞാണെങ്കിൽ നിശ്ചയമായിട്ട് അതിൻ്റെ അച്ഛൻ അതിനെ തിന്നും. പിന്നെ എല്ലാ ജീവജാലങ്ങളും തന്നെ, പട്ടി, പൂച്ച, മുയൽ, പന്നി, സകലമാന ഉരകങ്ങളും, പിന്നെ മത്സ്യങ്ങൾ, സ്രാവ്, അതിനകത്ത് ഗോപി തുടങ്ങിയ ഹിമക്കരടികൾ, ഇതൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നുന്നുണ്ട്. എന്തിനാണ് ഈ ജീവജാലങ്ങളൊക്കെ തങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ ഹിംസിക്കുന്നത്, തിന്നുന്നത്? എന്തിനാ ഈ ശിശുഹത്യ? വേണമെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കാമെങ്കിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. തങ്ങളുടെ എന്തോ കുറവ് കൊണ്ടാണ് ഈ മൃഗങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ തിന്നേണ്ട ബാധ്യത ഉണ്ടാകുന്നത്. ഉദാഹരണത്തിനായിട്ട് പട്ടി അതിൻ്റെ കുഞ്ഞിനെ തിന്നുന്നത് അതിന് ഇരുമ്പിൻ്റെ അയണിൻ്റെ കുറവുള്ളതുകൊണ്ട്. കോഴി അതിൻ്റെ മുട്ട പൊട്ടിച്ചെടുക്കുന്നത് അതിന് കാൽസ്യത്തിൻ്റെ കുറവുള്ളതുകൊണ്ട്. ഹിമക്കരടികൾ കുഞ്ഞുങ്ങളെ തിന്നുന്നത്
ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി, എന്തെങ്കിലും കുറവുണ്ടാകുമ്പോഴാണ് ഒരുതരം മേഴ്സി കില്ലിങ്. ഈ കുറവുള്ള കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഉതകുന്നതെന്നൊക്കെ എന്തോ ഒരു സങ്കല്പത്തിലാണ് അത് ചെയ്യുന്നത്. സിംഹം ആൺകുഞ്ഞിനെ കൊല്ലാറുള്ളത്, അത് അച്ഛൻ സിംഹമാണ് ചെയ്യുന്നത്. കാരണം തനിക്കൊരു പ്രതിയോഗി വളർന്നു വരുന്നത് അയാൾക്ക് താല്പര്യമില്ല. മിക്കവാറും എല്ലാ ഈ ജീവജാലങ്ങളും അതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നുന്നത് ഈ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് കൊണ്ടാണെന്ന് പറയുക, ആ ഒരു കഠിന സമ്മർദ്ദം കൊണ്ടാണെന്ന് പറയുക. എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് ഇത് നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നൊരു കാര്യമാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തായാലും പ്രത്യക്ഷത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഒന്നും തിന്നാനായിട്ട് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഹീനരായ മനുഷ്യരൊന്നുമല്ല നമ്മൾ. പക്ഷെ പരോക്ഷമായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ഊർജ്ജസ്വലത, പ്രസാദം, നന്മ, കുസൃതി, ഇതൊക്കെ നമ്മൾ ഏതൊക്കെ തരത്തിൽ ഹനിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മുടെ തന്നെ രോഗാതുരതയാണ്. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു വിവേകം, വിനയമാണ് ഏറ്റവും ആദ്യം. ഇങ്ങനെ സിക്കായ പേരൻസാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രായം തന്നെ ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. ചെറിയ പ്രായത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഓരോ പുണ്യപുരുഷന്മാർ രൂപപ്പെട്ടത്, ജനിച്ചത് അവരുടെ പിതാക്കന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ വാർദ്ധക്യത്തിലാണ്. അതിൽ തന്നെ മെഡിറ്റേഷൻ വെക്കേണ്ട ഒരു വിചാരം അത്. വാർദ്ധക്യത്തിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾ. ഇപ്പോഴും നമുക്കറിയാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ കഠിനമായിട്ട് നേരിടുമ്പോൾ, ചിലപ്പോൾ അത് ചെറിയ മനുഷ്യരാണെന്ന് പോലും ഓർക്കാതെ നമ്മളവരെ ശകാരിക്കുമ്പോഴും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തടസ്സം പറഞ്ഞു വരുന്നത് നമ്മുടെ മാതാപിതാക്കന്മാർ, അതായത് കുഞ്ഞുങ്ങളുടെ അപ്പൂപ്പന്മാരാണ്. കാരണം ആ പ്രായത്തിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ വളർത്തിയ കണക്കായിരുന്നില്ല കുഞ്ഞുങ്ങളെ വളർത്തേണ്ടിയിരുന്നത്. കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് വേറെ രീതി ഉണ്ടെന്ന് കാലം അവരെ പഠിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മത്സരങ്ങളിലേക്കും അശാന്തികളിലേക്കും നമ്മുടെ പരിഭവങ്ങളിലേക്കും നമ്മുടെ തന്നെ ഇടം കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമങ്ങളുടെ ഇടയിലേക്കും ഒക്കെ വന്നു പെട്ടുപോയ നിർഭാഗ്യവാന്മാരായ അതിഥികളാകുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർക്ക് ഭേദപ്പെട്ടൊരു പരിസരം ഒരുക്കാനായിട്ട് നമ്മൾ മറന്നു പോകുന്നു. നമുക്ക് നമ്മുടെ കലഹങ്ങൾ തന്നെ തീർത്തിട്ടും തിരുത്തിയിട്ടും നേരമില്ല. അതിനിടയിൽ ഈ കുഞ്ഞുങ്ങളുടെ ബാല്യം അശ്രദ്ധമായിട്ട് അലക്ഷ്യമായിട്ട് കടന്നു പോകുന്നു. നമ്മളവരെ തീരെ ശ്രദ്ധിച്ചിട്ടില്ല. അവർ ശ്രദ്ധിക്കാൻ പറ്റുന്ന വിവേകമൊക്കെ എത്തുമ്പോൾ അത്രയും ശ്രദ്ധ കൊണ്ട് ഇനി ഒരു കാര്യമില്ലാത്ത മട്ടിൽ ആ കുഞ്ഞുങ്ങളിൽ ചില കാര്യങ്ങൾ ആഴത്തിൽ പതിക്കുന്നു. കുഞ്ഞുങ്ങളുടെ തലച്ചോറ് കണ്ടിട്ടുള്ളവർ പറയുന്നത് ഇങ്ങനെ കുറുക്ക് പരുവത്തിലാണ്. അതിനൊരു തരത്തിലും ഉറച്ചു കിട്ടില്ല. ആ ഉറക്കാത്ത തലച്ചോറിൽ പതിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അഗാധമായ മുദ്രകൾ കണക്ക് അഗാധമായ സ്കാറായിട്ട് കിടക്കുമെന്നാണ് പറയുന്നത്. കുറച്ച് വൈകിയൊക്കെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾക്ക് മീതെ നമുക്ക് കുറച്ച് ബോധപൂർവം ഇൻസുലേറ്റഡ് ആകാൻ പറ്റും. പക്ഷെ കുട്ടിക്കാലത്തിൻ്റെ മീതെ നമുക്ക് ഒരു രക്ഷയും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളുടെ അനാരോഗ്യത്തിൽ, നമ്മുടെ രോഗാതുരതയിൽ നിന്ന് സിക്കായ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അങ്ങനെയൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞെന്നാൽ കുറേ കൂടി അവരെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പറ്റും. അവർ വളരുന്നതനുസരിച്ച് നമുക്കും വളരാൻ പറ്റും. നമ്മുടെ വളർച്ചയെന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക്കായ ഒരു സംഭവമായിട്ട് നമ്മൾ എടുക്കരുത്. വളർച്ച ഓരോ ദിവസം സംഭവിക്കേണ്ടതാണ്. ഒരു കുഞ്ഞ് വളരുന്നതനുസരിച്ച് വാസ്തവത്തിൽ കുഞ്ഞ് മാത്രമല്ല വളരുന്നത്, അവളുടെ അമ്മ കൂടി വളരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവളുടെ മാതൃത്വം, അവളുടെ ജീവിതത്തിൻ്റെ ഏകാഗ്രത, അവളുടെ ജീവിതത്തിൻ്റെ ശ്രദ്ധ, ഇതൊക്കെ ഈ കുഞ്ഞ് വളരുന്നതോടൊപ്പം വളരുന്നുണ്ട്. അത്തരം ചില സാഹചര്യങ്ങൾ പോലും ഉപയോഗിക്കപ്പെടാത്ത വിധത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ആ വളർച്ചയുടെ ഒരു കാലം കടന്നു പോകുന്നു. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ പോലും ഈ കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന ഭാരം. അതുകൊണ്ടൊക്കെയല്ലേ യേശു പറഞ്ഞത്, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളൊന്നിനെ നിന്ദിക്കരുത്. എല്ലാ അസംതൃപ്തമായ ദാമ്പത്യങ്ങളിലും ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളാണ്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആകുലതകൾ ഇതൊരിക്കലും പരിഗണിക്കപ്പെടുന്നേയില്ല. എന്നിട്ട് പിന്നീട് മുതിർന്ന കാലത്തിൽ നമ്മൾ ഇതിനൊക്കെ മാപ്പ് പറയുകയും കുഞ്ഞുങ്ങൾക്ക് മുത്തം കൊടുത്തുകൊണ്ട് എന്താ കാര്യം? വലിയ ദേഷ്യമൊക്കെ വരുമ്പോൾ പണ്ട് ഒരു അപ്പൻ മകനോട് പറഞ്ഞു കൊടുത്ത ഒരു ചെറിയൊരു രീതിയുണ്ട്. ഒരു പെട്ടി മുഴുവൻ മുള്ളാണി കൊടുത്തിട്ട് പറഞ്ഞു, നീ വെറുതെ, അവരുടെ വീടിങ്ങനെ തടി കൊണ്ടുള്ള വീടാണ്, നിൻ്റെ ആ തടിഭിത്തിയിൽ ഈ മുള്ളാണി നിറച്ചോളാൻ പറഞ്ഞു. അപ്പം അതൊരു ബോധപൂർവമായൊരു കാര്യമായപ്പോൾ ഈ മുള്ളാണിയുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എന്തും ഇങ്ങനെ ബോധപൂർവം ചെയ്യുമ്പോഴേക്കും പതുക്കെ അതിനകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ നമുക്ക് പറ്റും. പതുക്കെ അവന് ഒരു ആണിയും തിറക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല. പപ്പൻ പറഞ്ഞു, കളി തീർന്നിട്ടില്ല, ഇനി ഇതൊക്കെ പതുക്കെ ഒന്ന് അടർത്തിയെടുക്കുക. അതത്ര എളുപ്പമല്ല, തറച്ച കണക്ക് എളുപ്പമല്ല അടർത്തിയെടുക്കാമെന്ന് പറയുന്നത്. ഒടുവിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി തറച്ച മുള്ളാണികൾ മുഴുവൻ എടുത്തു. എന്നിട്ട് അപ്പം ഭിത്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നോക്ക്, നമ്മുടെ ഭിത്തി ഒരു അരിപ്പ പോലെ. ഓരോരോ കുലീനമല്ലാത്ത വാക്കുപയോഗിച്ച് ഓരോരോ കാര്യങ്ങളിൽ അവരെ നിന്ദിച്ച് പരിഹസിച്ച് താരതമ്യപ്പെടുത്തി നമ്മളുണ്ടാക്കിയ അവരുടെ ഹൃദയത്തിലെ സുഷിരങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കാലത്തിന് അത്ര വേഗത്തിൽ അതിനെയൊക്കെ മായ്ച്ചു കളയാൻ പറ്റുമെന്ന്? അടുത്ത കാലത്ത് കണ്ടൊരു ചിത്രമുണ്ട്, ഒരു സാധാരണ ഹോളിവുഡ് പടമാണ്, റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന പടമാണ്. എന്നിട്ടും പറയുന്ന പ്രമേയം ഇതൊക്കെ തന്നെയാണ്.
നേരത്തെ സൂചിപ്പിച്ചാണ് അരക്ഷിതമായ നിസ്സഹായമായ ബാല്യം. ഒരു സൈക്കോപ്പത്തിക്കായ ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഇങ്ങനെ തുടർച്ചയായ കൊലപാതകങ്ങൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുക. അയാളുടെ കൊലപാതകങ്ങൾക്കൊരു നേച്ചറുണ്ട്. സന്തുഷ്ടമായ ഭവനങ്ങൾ ഇയാൾ നിശ്ചയമായിട്ടും അയാൾക്ക് വല്ലാത്ത താല്പര്യക്കുറവുണ്ട്. കുഞ്ഞുങ്ങൾ പൊട്ടിച്ചിരിക്കുന്ന വീടുകളൊക്കെ ഇയാളുടെ ശത്രുവാണ്. കാരണം അങ്ങനെ ഒരു ബാല്യം അയാൾക്കില്ല. ഇയാൾ ഏത് വീടിനകത്ത് ചെന്ന് കഴിഞ്ഞാലും ആദ്യം ചെയ്യുന്ന കാര്യം ആ വീടിൻ്റെ ഭിത്തിയുള്ള മുഴുവൻ കണ്ണാടികളെയും മുഴുവൻ മിററുകളെയും ഇങ്ങനെ തോക്കുകൊണ്ട് വെടിച്ച് തകർക്കുക എന്നുള്ള. അയാളുടെ രൂപം കാണാൻ താല്പര്യമില്ല. കാരണം ഒരമ്മൂമ്മയാണ് വളർത്തിയത്. അമ്മൂമ്മ ഈ മനുഷ്യനെ ഒരു ചത്ത എലിയെ കണക്കാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത്. ആ വാക്ക് തന്നെ അവർ ഉപയോഗിക്കുന്നത്, ഉടനീളം ഉപയോഗിക്കുന്ന വാക്കതാ. ഓരോ കാര്യങ്ങൾക്കും നിന്ദിച്ചും പരിഹസിച്ചും അവൻ്റെ ഭീരുത്വത്തെ അപഹസിച്ചുമൊക്കെ. അപ്പോൾ ആദ്യം സൂചിപ്പിച്ച കണക്ക് എല്ലാവരുടെയും ബാല്യത്തിൽ ഇങ്ങനെ ചില വിഷമങ്ങളും ആകൃതകളും ഒക്കെ ഉണ്ട്. എന്നിട്ടും നമ്മൾ മുതിർന്നവരായപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭേദപ്പെട്ട ജീവിതം കൊടുക്കാത്തത്? റിലേവട്ടം കണക്കാകുന്നു പലപ്പോഴും ജീവിതം. നമുക്ക് ലഭിച്ചൊരു ബാറ്റൺ നമ്മൾ വേറെ ആർക്ക് കൊടുത്തിട്ട് സ്വസ്ഥരാവേണ്ട കാര്യമാണോ ജീവിതം? കുറേ കൂടി ഭേദപ്പെട്ട ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവട്ടെ. അവരുടെ പുഞ്ചിരിയെ വീണ്ടെടുക്കാത്തിടത്തോളം കാലം, അവർ പുഞ്ചിരിക്കാത്തൊരു വീട്, ഒരു പക്ഷെ അതിനെ വിളിക്കേണ്ട വാക്കാണ് ഭൂമിയിലെ നരകം. മദർ തെരേസയുടെയൊക്കെ ഒരു പത്രക്കാരൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അമ്മ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ആ സ്ത്രീ തൻ്റെ ജീവിതത്തെ സംഗ്രഹിച്ചത് ഇങ്ങനെയാണ്, ഞാനിങ്ങനെ മനുഷ്യരെ മരിക്കുന്നതിന് മുമ്പ് ചിരിക്കാൻ സഹായിക്കുക. ഐ ഹെൽപ്പിംഗ് പീപ്പിൾ ടു സ്മൈൽ ബിഫോർ ദ ഡൈ. എന്നിട്ട് ഈ പത്രക്കാരനോട് പറഞ്ഞു, സർ ഹെൽപ്പ് അതേഴ്സ് ടു സ്മൈൽ ബിഫോർ ദ ഡൈ. പെട്ടെന്ന് അയാളിങ്ങനെ വാവിട്ട് കയറി. കാരണം അയാളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു സ്ത്രീ, 1-2 കുഞ്ഞുങ്ങൾ, അവരുടെ ചിരി പോലും വീണ്ടെടുക്കാനായിട്ട് അയാൾക്ക് പറ്റിയിട്ടില്ല. കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഒക്കെ ചിരിയാണ് ഒരു വീടിന് ആരോഗ്യമുണ്ടോ ഇല്ലയെന്ന് അറിയാനുള്ള മാനദണ്ഡം. നിർഭാഗ്യവശാൽ അത്തരം ഗൃഹങ്ങളുടെ എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുക. വല്ലപ്പോഴുമെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ മീതെ വല്ലാത്ത ഭാരം അനുഭവിച്ച ആ നസ്രത്തിലെ മരപ്പണിക്കാരൻ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള 5 കൽപ്പനകൾ, പലയാവർത്തി നമ്മൾ പറഞ്ഞിട്ടുള്ള 5 കൽപ്പനകൾ ഒന്ന് ഓർമ്മിച്ചെടുക്കണം. 1, കുഞ്ഞുങ്ങളെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുക. എന്തുമാത്രം കുറവുകളോടും കുഴപ്പങ്ങളോടും ബാലിശതകളോടും ശാഠ്യങ്ങളോടും ഹൈപ്പർ ആക്ടിവിറ്റിയോടും ഒക്കെ സ്വീകരിക്കുക. 2, കുഞ്ഞുങ്ങളെ തടയരുത്. ഇത്രയും വിലക്കോ പരുക്കോ ശിക്ഷകളൊന്നും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി ഇങ്ങനെ ശിക്ഷയില്ലാതെ വളർത്താൻ പറ്റും? നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അത് എവിടെയാണ് കൺവിൻസിങ് ആവുക? ഒരാൾ ശിക്ഷിച്ചിട്ട് നമ്മൾ പറയുന്ന അയാളുടെ സ്നേഹമാണെന്ന് പറയുന്നത് ആർക്കാ മനസ്സിലാവുക? വേദപുസ്തകം വായിക്കുന്ന നിങ്ങൾക്കത് എങ്ങനെയാണ് മനസ്സിലാവുക? വേദപുസ്തകം എങ്ങനെയാണ് നമ്മളോട് പറയുന്നത്? ഒരാൾക്കും ശിക്ഷ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ശിക്ഷ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ വലിയ വലിയ നിത്യതയുടെയും മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കഥയാണെന്ന് മാത്രം എടുക്കരുത്. ഓരോ ഇടങ്ങളും ഉറപ്പിക്കേണ്ട കാര്യമാണെങ്കിൽ ശിക്ഷയില്ലാത്ത ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുമോ? ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് അനുവദിക്കുക. കുഞ്ഞുങ്ങൾക്കൊരു ആന്തരികതയുണ്ട്. ആ ആന്തരികത ചെറിയ കാലത്ത് തന്നെ കണ്ടെത്തി പോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ചെറിയ കാലത്ത് തന്നെ ചില ഗുരുസന്നിധികളിലേക്കൊക്കെ കുഞ്ഞിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അടുത്ത കാലത്തായിട്ട് പഴയൊരു പുസ്തകത്തിൻ്റെ മലയാളം വിവർത്തനം വായിക്കാനായിട്ട് കിട്ടി. അന്റോണിയോ മിയ എന്ന് പറയുന്ന 7 വയസ്സുകാരി കുട്ടിയാണ്. ആ 7 വയസ്സിനുള്ളിൽ 5-ാം വയസ്സിൽ അവൾക്ക് ക്യാൻസർ ഉണ്ടായി. അവളുടെ കാല് മുറിച്ചു കളഞ്ഞു. പിന്നെ 7-ാം വയസ്സിൽ ഈ കുട്ടി മരിച്ചു. അവളിങ്ങനെ വിശുദ്ധ പദവിയിലേക്കൊക്കെ കൊണ്ടുവരുന്ന ആദ്യ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധയായിരിക്കും ഈ അന്റോണീറ്റ മിയ എന്ന് പറയുന്ന പെൺകുട്ടി. അവൾ എഴുതിയ 160 കത്തുകളുണ്ട്. അതിൻ്റെ ഒരു കോപ്പി കണ്ടെത്തി കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുത്താൽ നല്ലതാണ്. ഒരു ചെറിയ കുട്ടിയുടെ ആന്തരിക പ്രപഞ്ചം എന്തുമാത്രം ശക്തമാണെന്ന് കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. എത്ര ഹൃദ്യമായിട്ടാണ് ഇങ്ങനെ. ആദ്യമൊക്കെ അവൾക്ക് എഴുതാൻ പറ്റാത്ത കാലത്തിൽ അമ്മയാണ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ കത്തെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കുട്ടിക്കൊരു ഛർദിൽ വരുന്നു, കത്ത് പൂർത്തിയാക്കുന്നു, അതിനപ്പുറത്തേക്ക് കുട്ടി പോയിട്ടില്ല. 4-മതായി നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെ, കുഞ്ഞുങ്ങളെ നിന്ദിക്കരുത്. 5-മതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃക കൊടുക്കരുത്. ഒരാളും തൻ്റെ കുഞ്ഞിന് ദുർമാതൃക കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു മോഷ്ടാവാണെങ്കിൽ പോലും എൻ്റെ കുഞ്ഞൊരു കള്ളനായിട്ട് വളരാനായിട്ട് ഞാൻ ആഗ്രഹിക്കില്ല. പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഭേദപ്പെട്ട മാതൃകളാണോ? യേശുവിനെ കണക്ക് സ്വന്തം ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മക്കളോട് ഇത് പറയാനായിട്ടുള്ള ധൈര്യമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുക. ലേൺ ഓഫ് മീ, എന്നിൽ നിന്ന് പഠിക്കുക. അത് പറയാനുള്ള ധൈര്യമുണ്ടാകുന്ന മാതാപിതാക്കന്മാരുടെ കാലം എനിക്ക് തോന്നുന്നു ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. കുരിശിലേക്ക് പോകുമ്പോൾ പോലും
യേശുവിനൊരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് അവന് വേണ്ടി വാവിട്ട് കരഞ്ഞ് സ്ത്രീകളോട് അവൻ പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക. ഏറ്റവും ഭേദപ്പെട്ടത്, ഏറ്റവും നല്ലത് അവരിൽ നിന്ന് രൂപപ്പെടുത്താനായിട്ട് നമ്മുടെ മടിത്തട്ടിലേക്ക് അവിടുന്ന് കുഞ്ഞുങ്ങളെ നൽകിയിട്ട് നമ്മൾ എന്താണ് അവരോട് ചെയ്തത്? എൻ്റെ പിഴ, എൻ്റെ പിഴ, ഞങ്ങളുടെ വലിയ പിഴ. ആമേൻ.